ഇന്നാണ് നമ്മളെ സ്കൂൾ ഓണപ്പരിപാടി. അങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വിട്ട് പോകുമ്പോൾ തന്നെ കാണും നമ്മളെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടി മുന്നിൽ തന്നെ വലിയൊരു പൂക്കളം ഉണ്ടാക്കുന്നതാണേ. പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ. ആ സമയം ഒന്ന് ഗ്രൗണ്ടിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് ഗ്രൗണ്ടിൽ ഓരോ സൈഡിൽ ഓരോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ലെമൺ സ്പൂൺ നടക്കുന്നത്, ഒരു സൈഡിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ഓരോ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഓരോ പരിപാടി ഇങ്ങനെ ഓരോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പാട്ടും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് മൊത്തം ഒരു ഉത്സവമയം തന്നെ കേട്ടോ. കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളൊക്കെ കേരള സ്റ്റൈൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് എന്ത് രസമാട്ടോ മൊത്തത്തിൽ എല്ലാവരെയും കാണാൻ. നഴ്സറിയിലും കസേരക്കളിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. ഇത് എങ്ങോട്ട് പോയി എന്ത് കാണണമെന്ന് തിരിയാത്തൊരവസ്ഥയായി. നമ്മളെ സ്കൂളിൽ ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വന്നാൽ ഒരു ഉത്സവം പോലെയാട്ടോ നമുക്കല്ലോ. എല്ലാവരും ഉണ്ടാവും, ടീച്ചേഴ്സും നാട്ടുകാരും രക്ഷിതാക്കളെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സജീവമായിട്ടുണ്ടാവും കേട്ടോ. ഇന്നിവിടെ വെച്ച് നടന്ന ഓരോ മത്സരത്തിൻ്റെയും സമ്മാനമൊക്കെ അപ്പം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. പരിപാടീൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ ചാറിയെങ്കിലും അതൊന്നും നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ലേ. നമ്മളെ പരിപാടിയിൽ ഇങ്ങനെ ഓരോ ഭാഗത്ത് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പൂക്കളോ ഓണക്കളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സദ്യ അല്ലേ. അങ്ങനെ സദ്യക്കുള്ള ഇലയൊക്കെ വെച്ച് ഓരോ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നേ. മക്കളൊക്കെ കണ്ടോ ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നത്. വാഴ ഇലയിൽ അച്ചാറും പച്ചടിയും പപ്പടവും ചോറും പായസവും സാമ്പാറൊക്കെ വിളമ്പി ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയല്ലേ. ആദ്യം മക്കൾക്ക് അതേ കൊടുക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റിങ്ങില്ല. ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ഓണമൊക്കെ വരണമല്ലേ ഇങ്ങനെ ഇലയിൽ സദ്യയൊക്കെ തിന്നാൻ വേണ്ടി. മക്കളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവരെ ഇലയിലാട്ടോ. എന്തൊക്കെയായി വിളമ്പി വെച്ചേക്കുന്നത്. കൂട്ടുകറി എൻ്റെ ഫേവറേറ്റ്. ആഹാ, മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയവർക്ക് കൊടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്നേരം ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സ് കൂട്ടിയിട്ടോ ഇങ്ങനെ ഇലയിലൊക്കെ നടക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കാത്ത് 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 നമ്മളെ സമയം വന്നിട്ടോ. അതാ പച്ചടിയും അച്ചാറും ചോറൊക്കെ നമ്മളെ ഇലയിൽ ഇങ്ങനെ വിളമ്പുന്നു. നമ്മളെ ഇക്കൊല്ലത്തെ ആദ്യത്തെ ഓണസദ്യയാണേ. ഇവിടുന്നാ തുടക്കം. ഇനി നമുക്ക് ബാങ്കിൽ നിന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കിട്ടുക. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഓണസദ്യയും കഴിച്ച് കലാശക്കൊട്ടും കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങ് പോന്നേ.